പിണറായി വിജയനും എം.വി. ഗോവിന്ദനും സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തെറ്റെന്ന അംഗങ്ങൾ. പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാൻ മാത്രമാണ്. കണ്ണൂരിലെ പാർട്ടി പ്രതിസന്ധി നേരിട്ടപ്പോൾ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പിന്തുണച്ചത് ഭാര്യയെ മാത്രമെന്നും സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നും വിമർശനം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിജോ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്കാണ് കടന്നിരിക്കുന്നതല്ലേ? അമൃത, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ LDF-നകത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയനും എം.വി. ഗോവിന്ദനുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാൻ മാത്രമാണ്, തോറ്റ ശേഷം പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി അല്ല എന്നുള്ള വിമർശനം കൂടി ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം പോലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നുള്ള വിമർശനം കൂടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. പാർട്ടിക്കാർക്ക് യാതൊരു വിലയുമില്ലായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്കാർക്ക് അന്യമായിരുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ളവരെ മാത്രം ബോർഡ് കോർപ്പറേഷനുകളിൽ നിയമിച്ചു. പിണറായിയുടെയും മന്ത്രിമാരുടെയും ശൈലി വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. നാളെ ജില്ലാ കമ്മിറ്റിയുമുണ്ട്. ജില്ലാ കമ്മിറ്റിയിലും സമാനമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാനാണ് സാധ്യത. ഈ പറയുന്ന CS സുജാത, അതുപോലെ തന്നെ തോമസ് ഐസക്, സജി ചെറിയാൻ അടക്കമുള്ള സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പിണറായി വിജയനെതിരെയും എം.വി. ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിലെ പാർട്ടി ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തെറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.